ഹലോ പീപ്പിൾ, ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഈ ന്യൂ ഇയറിൽ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനത് രാവിലെ എണീറ്റ് ഉടനെ ഇവിടെ ഇപ്പോൾ സമയം 7:30. അപ്പോൾ ഞാൻ വിചാരിച്ചു എണീറ്റ് ഉടനെ ഒരു ചായക്ക് കുടിച്ചിട്ട് നമ്മുടെ മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയാം എന്നൊക്കെ. സോ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വരാം. ഇന്ന് നമ്മുടെ മാച്ച് നടക്കാൻ പോവാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഡേർബി നടക്കാൻ പോവാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ്. പഴയൊരു ഡേർബി പുതിയൊരു മോഡലിൽ നടക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഈ കളിയിൽ ആരെ ഫേവറേറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടുത്തമില്ല. കാരണം ഇത് ഏത് ടീമിനും ജയിക്കാം. അതേ പറയാൻ കാരണം എസ്പെഷ്യലി അവരുടെ ഗ്രൗണ്ടിൽ കളിക്കുന്ന കാരണമാണ്. ലീഡ്സിൻ്റെ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ലൈവായിട്ട് നോക്കിയതാണ് റീസെൻറ്റ് സ്റ്റാറ്റ്സ് ഒക്കെ. സോ അതിൽ കാണിക്കുന്നത് ഞാൻ ഫോണിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കാണിക്കുന്ന ലീഡ്സ് കഴിഞ്ഞ 5 കളി തോറ്റിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 5 കളിയിൽ 2 ജയം 2 ഡ്രോ 1 തോൽവി. ലീഡ്സ് കഴിഞ്ഞ 5 കളിയിൽ 1 ജയം 4 ഡ്രോ. അവർ തോറ്റിട്ടില്ല. പിന്നെ നമുക്കറിയാം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലീഡ്സ് കളിച്ച് ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ നമ്മൾ കണ്ടു 0-0 ഡ്രോ അവർ പിടിച്ചു കഴിഞ്ഞു. സോ അവർ നന്നായിട്ട് ഓർഗനൈസ്ഡ് ഡിഫെൻഡ് ചെയ്യുന്നൊരു ടീമാണ്. അതേപോലെ തന്നെ അവർക്ക് പ്രസ് ചെയ്യാനും അറിയാം, അറ്റാക്ക് ചെയ്യാനും അറിയുന്നൊരു ടീമാണ്. ഗെയിം കൺട്രോൾ ചെയ്യാൻ അറിയാവുന്നൊരു ടീമാണ്. അപ്പോൾ ഇത് ഒട്ടും നമുക്ക് അനുയോജ്യമായൊരു മാച്ചല്ല. അതായത് ജയിക്കാൻ എല്ലാ ചാൻസ് നമുക്ക് ജയിക്കാനുണ്ട് എന്ന് പറയാൻ പറ്റിയൊരു മാച്ചല്ല. എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ കയ്യിൽ പ്ലെയേഴ്സ് ഇല്ല. അതായത് നമ്മുടെ കളി കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ മാച്ച് വിന്നിങ് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് നമുക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. പ്ലേയേഴ്സ് ഇഞ്ചോർഡായി അല്ലെങ്കിൽ ആഫ്കോണിന് പ്ലേയേഴ്സ് പോയി അന്ന് മാത്രമല്ല, നമ്മൾക്ക് മിസ്സായ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ് നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു വോൾസിനെതിരെയൊക്കെ നമ്മൾ എന്താണ് കാട്ടിക്കൂട്ടിയ പിച്ചിലെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഒന്നും വെക്കാതാണ് ഈ മാച്ച് കാണുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു യുണൈറ്റഡ് വിന്നാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ആണ് യുണൈറ്റഡ് ഇന്ന് ജയിക്കാം എന്നാണ്. അല്ലെങ്കിൽ യുണൈറ്റഡ് ഇന്ന് ജയിക്കും ഇൻ ദ സെൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കോർ ലൈൻ ഐ ഡോണ്ട് നോ, മേ ബി ഒരു 1-0 ഒക്കെ ആയിരിക്കാം മേ ബി നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമ്മൾ ജയിക്കാൻ പോകുന്നത്. പക്ഷേ എന്നാൽ എനിക്കൊരു ഗട്ട് ഫീലിംഗ് പോലെ തോന്നുന്നു നമ്മൾ ജയിക്കും എന്നുള്ളത്. ലീഡ്സ് അത്ര കളിക്കാൻ സുഖമുള്ളൊരു ടീമൊന്നുമല്ല. അവർ ഭയങ്കര ടഫാണ്. അവരെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര ടഫാണ്. എസ്പെഷ്യലി അവരുടെ ഗ്രൗണ്ടിൽ ഭയങ്കര പാടാണ് അവരെ ബീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അവർക്ക് കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പേര് അമ്പാഡു സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. മൂപ്പരെ ആക്ച്വലി കളിക്കുന്നില്ല. കാരണം ലിവർപൂളിനെതിരെയുള്ള ഗെയിമിൽ മൂപ്പര് യെല്ലോ കാർഡ് കിട്ടി. അതുകൊണ്ട് തന്നെ ഒരു ഗെയിം ബാനാണ് മൂപ്പർക്ക്. പക്ഷേ എഗെയിൻ നമ്മൾ വോൾസിനെതിരെ കളിച്ച പോലുള്ളൊരു കളിയായിരിക്കും മിക്കവാറും നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു എന്താ പറയുക, അമോറിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കളിയായിരിക്കും മിക്കവാറും അമോറിമിൻ്റെ ഈതർ ലാസ്റ്റ് ഗെയിം അല്ലെങ്കിൽ ഈ കളി ഒന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അടുത്തൊരു ആഫ്കോൺ കഴിഞ്ഞ് ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന പ്ലേയേഴ്സൊക്കെ ഒന്ന് തിരിച്ചെത്തുന്ന വരെ അവർക്ക് സമയം കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഈ ഗെയിമിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ ജയിച്ചാൽ. പക്ഷേ പ്രതീക്ഷ വളരെ കുറവാണ്. കാരണം അമോറിമിനെ കുറിച്ച് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സൊന്നും അത്ര സുഖമായിട്ടുള്ളൊരു കാര്യങ്ങളല്ല. എസ്പെഷ്യലി ബോർഡ് റൂമിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്തുകൊണ്ട് നമ്മുടെ മാനേജേഴ്സ് ഫെയിൽ ആവുന്നു എന്നുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ വരും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ഞാൻ സ്റ്റാറ്റ്സിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ അടുത്ത റീസെൻ്റായിട്ട് നമ്മൾ ലീഡ്സിൻ്റെ അടുത്ത് തോറ്റിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ കളിച്ചത് ക്ലബ് ഫ്രണ്ട്ലി ആയിരുന്നു. അതിൽ നമ്മൾ 0-0 ഡ്രോ ആണ് ആയത്. അതിന് മുമ്പ് നടന്ന എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക കളികളിൽ നമ്മൾ ഡ്രോവും അതേപോലെ തന്നെ കുറേയൊക്കെ വിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്ത കാലത്തൊന്നും ലീഡ്സിൻ്റെ അടുത്ത് തോറ്റിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റീസെൻറ്റ് ഫോം അല്ലെങ്കിൽ റീസെൻറ്റ് ഗെയിംസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് അപ്പർ ഹാൻഡ് ലീഡ്സിനെതിരെ ജയിക്കാൻ. എസ്പെഷ്യലി ഡേർബി ആയ കാരണം നമ്മൾക്കത് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഐ തിങ്ക് നമ്മുടെ പ്ലേയേഴ്സും അതേപോലെ തന്നെ നമ്മുടെ ടീമും ആ എലൻ റോഡ് അതായത് ലീഡ്സിൻ്റെ ഗ്രൗണ്ടിലോട്ട് എത്തുമ്പോൾ അവർക്കത് ഫീൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അറ്റ്മോസ്ഫിയറിൽ തന്നെ കളിക്കുമ്പോൾ ചെറിയൊരു ഇൻറ്റൻസിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ടീമിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്ലേയേഴ്സ് ഇല്ല. നമുക്ക് കളി ജയിക്കാൻ പറ്റിയ അല്ലെങ്കിൽ കളി ജയിപ്പിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബോറിങ് ഗെയിമായിരിക്കും. ഭയങ്കര കുറേ ഗോളുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു ടൈറ്റ് മാച്ച്, ഒരു 1-0 2-1 അല്ലെങ്കിൽ ഒരു 2-0 അങ്ങനെയൊക്കെ ആയിരിക്കും സ്കോർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഐ ഹോപ്പ് അവർ ടീം വിൻസ്. അതല്ലാതെ വേറെ പ്രതീക്ഷ ഞാൻ പറയുന്നില്ല. കാരണം ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് കാണണ്ട. കാരണം ലീഡ്സ് ഈവൻ ദോ ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന ടീമാണെങ്കിൽ അവർ കളിക്കുന്നത് ഒരു ചാമ്പ്യൻഷിപ്പ് ടീം പോലെയല്ല. അവർ കളിക്കുന്നത് ഒരു ഫുൾഹാം ഒരു ബ്രെൻഫോർഡൊക്കെ കളിക്കുന്ന പോലത്തെ കളിയാണ് അവർ ചെയ്യുന്നത്. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ അവരുടെ കുറച്ച് ഗെയിംസ് കണ്ടിലേക്ക് മനസ്സിലായത് എനിക്ക് തോന്നുന്നില്ല അവർ ഈ പാർക്ക് ദ ബസ് ഫുട്ബോളാണ് കളിക്കാൻ പോകുന്നത് നമുക്കെതിരെ എന്നുള്ളത്. അല്ലെങ്കിൽ ഈ 5 ഡിഫൻഡേഴ്സിനും 6 ഡിഫൻഡേഴ്സിനും വെച്ച് എപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്നൊരു കളിയായിരിക്കില്ല ലീഡ്സ്. അവർ ഡിഫെൻസ് നന്നായിട്ട്
അതായത് ഡിഫൻസീവ് ഫുട്ബോൾ വന്നിട്ട് കളിക്കുന്ന ടീമാണ്. പക്ഷെ അതേപോലെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗെയിംസ്. ഞാൻ കണ്ടിടത്തോളം അവർ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവർക്ക് ലിവർപൂളിനുള്ള മാച്ച് ഫുള്ള് കണ്ടില്ല. പക്ഷേ ഞാൻ കണ്ടത് സണ്ടർലാൻഡായിട്ട് ഞാൻ അവരുടെ മാച്ച് കണ്ടിരുന്നു. അത് സണ്ടർലാൻഡ് ഹോമിലെ കളിച്ചു പോകുന്നുണ്ട്. അവരോടെ പോയിട്ട് 1-1 ഡ്രോ എടുത്തു. കാരണം ആ കളിച്ച കളിയും സത്യം പറഞ്ഞാൽ ഫുൾ കളിച്ചത് ലീഡ്സാണ്. സണ്ടർലാൻഡ് ഇത്ര നന്നായിട്ട് കളിക്കുന്നത് നമുക്കറിയാം. പക്ഷേ അവർക്കെതിരെ അവരുടെ ഗ്രൗണ്ടിൽ പോയിട്ട് തന്നെ ലീഡ്സ് നന്നായി കളിച്ചാണ് ജയിച്ചത്. ഡ്രോ എടുത്തത്. അതിൽ തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചത് ലീഡ്സാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ടീമാണ്. പിന്നെ അവരുടെ കുറേ പ്ലേയേഴ്സിനൊക്കെ അവർ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിവർപൂളിനുള്ള മാച്ചിൽ. കാരണം ഈ ഡേർബിക്ക് വേണ്ടിയിട്ടാണ്. അവർക്കിതൊരു വലിയ ഗെയിമാണ്. അവർക്കിതൊരു അഭിമാന പോരാട്ടമാണ് ലീഡ്സിന്. അതുകൊണ്ട് തന്നെ അവർ ഫുൾ 110% എഫേർട്ട് ഇട്ട് കളിക്കും. നമ്മുടെ പ്ലേയേഴ്സ് അങ്ങനെ കളിച്ചാൽ മാത്രമേ നമ്മൾ ജയിക്കുള്ളൂ. പിന്നെ അമോറിമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓൺ പോയിന്റ് ആയിരിക്കണം. അല്ലാതെ കഴിഞ്ഞ കളി പോലെ വോൾസിനെതിരെ നമ്മൾ കണ്ട പോലെ, അല്ലെങ്കിൽ പല ഗെയിംസും നമ്മൾ കണ്ട പോലെ ഡിഫൻസീവ് ഫുട്ബോൾ മൂപ്പര് കളിക്കാൻ പോയി കഴിഞ്ഞാൽ, അതായത് ലീഡ് എടുത്തതിന് ശേഷം ഒരു ഡിഫൻസീവ് ഫുട്ബോളാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടും. സോ അമോറിമിന് പണി കിട്ടാൻ നല്ല ചാൻസ് ഉള്ളൊരു ഗെയിമാണ്. അതേപോലെ തന്നെ നമ്മുടെ പല പ്ലേയേഴ്സിന് പണി കിട്ടാൻ ഭയങ്കര ചാൻസ് ഉള്ളൊരു ഗെയിമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ പ്രൊഡിക്ഷൻ 1-0 യുണൈറ്റഡ് വിന്നാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിന്നാണ്. നിങ്ങളുടെ സ്കോർ താഴെ പ്രെഡിക്റ്റ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു സൂൺ.